ലോകത്തുള്ള 36ഓളം രാജ്യങ്ങളിലേക്ക് 1000 ചില്ലാനം വിദ്യാർത്ഥികൾ പല സമയങ്ങളിലായിട്ട് ഈ ലേണിംഗിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വിജ്ഞാനം നുകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു മഹത്തായ ഒരു വലിയതായ സംവിധാനം നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. വളരെ കുടുസായ ഒരു പ്രദേശത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിശാലമായ രീതിയിലേക്ക് മാറ്റവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. റിഹാബിലിറ്റേഷൻ സെന്ററുകൾ മയക്കുമരുന്നിനും അതുപോലെ തന്നെ കള്ളിനും കഞ്ചാവിനും മറ്റുള്ള ചീത്തമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പലരും ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി അവരെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വഴിയിലേക്ക് നടക്കുന്നതിന് വേണ്ടി അവർക്കൊരു റിഹാബിലിറ്റേഷൻ സെന്റർ സമസ്ത ജമിയത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കെയർ എന്ന സെന്റർ, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ രോഗികൾക്ക് ഇനി ഇവിടെ നിങ്ങൾ കിടത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ ആ രോഗിയുടെ കുടുംബവും ആ രോഗിയും അനുഭവിക്കുന്ന യാതനകൾ വലുതാണ്. വളരെ പ്രയാസപ്പെടുന്ന രോഗികളുണ്ടാകും. ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ സൗകര്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു ആശ്വാസകരമായി മരണം സമയത്ത് സന്തോഷത്തോടു കൂടി കലിമ ചൊല്ലി മരിക്കാൻ കഴിയപ്പെടുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഭാഗമായി കൊണ്ട് മെഡിക്കൽ കെയർ സെന്റർ എന്ന പേരിൽ പല പ്രദേശത്തും അത് തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്ന അട്ടപ്പാടിയിൽ നമ്മുടെ SIC സൗദി നാഷണൽ കമ്മിറ്റി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ പണി തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റലുകൾ നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട പല പ്രദേശങ്ങളിലും ഡൽഹി, ബാംഗ്ലൂർ, മംഗലാപുരം, കർണാടക, ചെന്നൈ, ഹൈദരാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മളെ പ്രിയപ്പെട്ട മക്കൾ അവിടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി പോകുമ്പോൾ അവര് ഒന്നാമത്തെ വർഷം വളരെ സന്തോഷത്തോടുകൂടിയായിരിക്കും. രണ്ടാമത്തെ വർഷം പെൺകുട്ടികളടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് പല രീതിയിലും അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യം പലപ്പോഴും നമ്മളെ എത്ര കണ്ണുകളെ കൊണ്ട് കണ്ടിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ഒരു സംവിധാനത്തിലൂടെ ഒരു ഹോസ്റ്റൽ സംവിധാനം തുടക്കം കുറിക്കാൻ ആവശ്യപ്പെടുകയും നമ്മുടെ ബാംഗ്ലൂരിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ ബാംഗ്ലൂരിൽ ഒരു വലിയതായ സമസ്ത സെന്ററും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റലും അതുപോലെ തന്നെ മെഡിക്കൽ കെയർ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി അവർ അതിന് തുടക്കം കുറിക്കാൻ വേണ്ടി 3 കോടിയോളം തഹീലേക്ക് അവർ നൽകിയിട്ടുണ്ട്.